എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷത്തെ നമ്മൾ കാണുന്നത് ഉണ്ണിമോളെ ഗിരിദേവനും വാവരെയൊക്കെ അപകടത്തിൽപ്പെടുത്താനായിട്ട് ലീല സതിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മണിമാളയിലെ പ്രശ്നങ്ങളൊക്കെ തീരണമെങ്കിൽ ഇനി അവർ അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് അവർക്ക് തോന്നി. അങ്ങനെ ആ കൊടും ക്രൂരത ഉണ്ണിമോളോട് ചെയ്യുവാണ് ലീല. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാ നാളെ നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ കണ്ടു സുര മണിമാളയില് ജീവനെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ബോധം കെട്ട് വീഴുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് സുരേങ്ങനെയും കൊണ്ട് ലീലൻ സതിയും കൂടെ വീട്ടിലേക്ക് വരിക. പക്ഷേങ്കിൽ അവനൊന്നും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവനൊരു ബോധമില്ലായിരുന്നു. അവൻ പിച്ചും പേയും പറയുന്ന പോലെ ഓരോ നിങ്ങൾ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കൊടുത്ത് ജീവ ജീവാന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് സതി പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, അതേ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല, കോൺഷ്യസ് മൈൻഡിലാണ്, പക്ഷേങ്കിൽ വേറെന്തോ മാനസിക പ്രശ്നം ഉള്ള പോലെ തോന്നേ, എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്ന് പറയാം. ഇത് കേട്ടൻ പറഞ്ഞു, അല്ല ഏത് ഡോക്ടറെ, ഞാൻ റെഫർ ചെയ്ത് തരാം, അതുകൊണ്ട് ആ ഡോക്ടറെ പോയി കാണിച്ചാൽ മതി, നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലീലയ്ക്കും സതിക്കും വല്ലാത്ത വിഷമം. സതി പറഞ്ഞു, എൻ്റെ മോന് എന്തെങ്കിലും അപകടം പറ്റുമോ? ലീല പറഞ്ഞു, സമാധാനമായിട്ടിരിക്കുക, അപകടം ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല, നമ്മൾ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ, ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ നോക്കട്ടെ എന്ന് പറയാം. അങ്ങനെ അവനെയും കൊണ്ട് ഒരു വണ്ടിയൊക്കെ വിളിച്ചാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നേ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കും ജീവ ജീവാന്ന് കിടന്ന് പൊലിമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് ഗിരിദേവനും ഭാവയും കൂടെ വണ്ടിയുടെ മുന്നിലേക്ക് പെരുന്നേ. അങ്ങനെ വണ്ടിയുടെ മുന്നിൽ നിന്നും അവർ വണ്ടി തടയുവാണ്. അവര് വണ്ടി തടഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ലീല ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾ എന്താ വണ്ടി തടഞ്ഞേ? ഇതേ ഞങ്ങൾ സുരേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാ, എത്രയും പെട്ടെന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേ, അവനൊരു ബോധമില്ലെന്ന് പറയാം, അവൻ നന്നായിട്ട് പനിക്കുന്നുണ്ടെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, നിങ്ങൾ അവനെ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന് പറയാം. അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും ഗിരിദേവ? അതേ ഇത് കുട്ടിക്കളിയൊന്നും അല്ല, ഇപ്പൊ തന്നെ അവന് ബോധമില്ലാത്ത അവസ്ഥയിലാ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, അല്ലെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാന്ന് പറയണം. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് ഇറങ്ങ്, ബാക്കി ഞാൻ എന്താന്ന് വെച്ചാൽ നോക്കാന്ന് പറയാം. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറക്കി. പിന്നീട് ഗിരിദേവൻ പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ സുര വിളിയേക്കൂന്ന് പറയാം. ഇത് കേട്ടതും ലീല പറഞ്ഞു, പിന്നെ അതെങ്ങനെ ശരിയാവും ഗിരിദേവ, ഇത്രയും സമയം ഞങ്ങളും ഡോക്ടറെല്ലാം മാറി മാറി വിളിച്ചിട്ട് അവൻ വിളി കേട്ടിട്ടില്ല, അവന് ഒരേ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ജീവ ജീവ എന്ന് മാത്രം വിളിച്ചോണ്ടിരിക്കണുള്ളൂ, പിന്നെ എങ്ങനെയാന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഈ സമയം സതി പറഞ്ഞു, അവർക്കൊരു അവസരം കൊടുക്കുക, നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഗിരിദേവന സുരയുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറിയിരിക്കുവാണ്. പിന്നീട് സുരാന്ന് രണ്ടു വട്ടം വിളിച്ചു. അപ്പൊ സുരയുടെ ചെവിയിൽ എത്തുന്ന ശബ്ദം ജീവയുടെ ശബ്ദം പോലെയാ. ജീവ വിളിക്കുന്ന പോലെ സുരയ്ക്ക് പെട്ടെന്ന് തോന്നുക, ജീവ തന്റെ അരിയിൽ വന്നിരിക്കുന്ന പോലെ. പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കിക്കഴിയുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ അരികില് ജീവ ഇരിക്കുന്ന പോലെ തോന്നി. കാരണം അയ്യപ്പസ്വാമിയുടെ വേഷം ആ സമയത്ത് ജീവയുടെ ആയിരുന്നു. അപ്പൊ ജീവ ഇരിക്കുന്ന പോലെ തോന്നി. ജീവ എന്നും പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുവാണ് ഗിരിദേവനെ കയറിയിട്ട്. ഈ കാഴ്ച കൊണ്ട് ഒരു നിമിഷം സതിയാണെങ്കിൽ ലീലയാണ് അമ്പരന്ന് പോയി. അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. കാരണം എന്തോ ഒരു മാജിക്ക് സംഭവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്ര സമയം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പൊലിമ്പിക്കൊണ്ടിരുന്ന സുരയാണ് ഇപ്പോഴാണ്ട് പെട്ടെന്ന് അവന് ബോധം ഉണ്ടായിരിക്കുന്നു. അവനാണെങ്കിലോ ഒരു കുഴപ്പമില്ലാത്ത പോലെ ഇപ്പൊ പെരുമാറുന്നേ. ഗിരിദേവൻ പറഞ്ഞു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി നിങ്ങൾ ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകണ്ട, വീട്ടിലേക്ക് പൊക്കോളാൻ പറയാ. ഇത് കേട്ട ലീല പറഞ്ഞു, അല്ല ഇപ്പൊ കുഴപ്പമില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിയും പഴയ പോലെ തന്നെ ആവില്ലെന്ന് ചോദിക്കുക. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളാൻ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം സതിക്ക് ലീലയ്ക്ക് സന്തോഷമായി. പക്ഷേ എങ്കിൽ ആ സമയം ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. ഇനി വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇനി വല്ല മാനസിക പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ. ഈ കുട്ടികളെ പറഞ്ഞ് വിശ്വസിച്ച് വീട്ടിലേക്ക് പോയിട്ട് എങ്ങനെയായി തീരുമെന്ന്. പിന്നീട് ബാബര് പറഞ്ഞ്, സംശയിക്കേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോ, ഇനി ഇപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാം. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാ. അങ്ങനെ വീട്ടിൽ ചെന്ന് സുരേനെ അവിടെ പിടിച്ച് കിടത്തുകയൊക്കെ ചെയ്യുക. അതിനുശേഷം ലീല സതിയോട് പറഞ്ഞു, ഇനി നമുക്ക് ജീവനെ രക്ഷിക്കുന്ന ഒരേ ഒരു മാർഗം മാത്രം ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളെന്ന് പറയാം. അല്ല എന്താ നിന്റെ മനസ്സിലുള്ള ഐഡിയ? ആ കുട്ടികളെ അപകടത്തിൽപ്പെടുത്തണം, എങ്കിൽ മാത്രം ഇനി രക്ഷയുള്ളൂ എന്ന് പറയാം. അങ്ങനെ അപകടത്തിൽപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ജീവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ല അതെങ്ങനെ സാധിക്കും? അതിനുള്ള വഴിയുണ്ട്. ആ മണിയുടെ നാവ് അത് ഒട്ടിച്ചു വെച്ചേക്കല്ലേ, ആ മണിയുടെ നാവ് അത്തേന്ന് വിടിയിക്കണം, എന്നിട്ട് ആ മണി അടിച്ചാൽ മാത്രമേ അവരിൽ ആരെങ്കിലും അപകടത്തിൽപ്പെടുള്ളൂ. അങ്ങനെ അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ മറ്റുള്ളവരും അവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. കിഴക്കവാതിലെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണമെങ്കിൽ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങണമെങ്കിൽ മണിമാളയ്ക്ക് ശാപമോഷണം കിട്ടണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴി മാത്രം കാണുന്നുള്ളൂ എന്ന് പറയാം. ഈ സമയം സതി ചോദിച്ചു, അത് വേണോ? അത് വേണം, നമുക്ക് നോക്കാന്ന് പറയാം. അങ്ങനെ ലീല
നേരെ മണിമാളിയിലേക്ക് പോവാണ്. ഈ സമയത്ത് ഉണ്ണിമോൾ എന്ത് ചെയ്യാണ്? ഫുഡൊന്നും കഴിച്ചിട്ടില്ല, അടുക്കളയൊന്നും തുറക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇതിനകത്ത് ആരമുണ്ട്, അതെങ്ങനെയാന്ന് ഉണ്ണിമോക്കൊരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഫിലിയോടെ നടന്ന് ഏതെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഒന്ന് അകത്ത് കയറാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. അകത്തുള്ള ആരാന്ന് അറിയുകയും ചെയ്യായിരുന്നു. കല്ലിച്ചേച്ചി പറഞ്ഞാൽ ഫുഡ് എന്തെങ്കിലും പാകം ചെയ്ത് കഴിക്കുകയും ചെയ്യായിരുന്നു. ഈ സമയത്ത് ജയേന്ദ്ര ആ മണി ഇറക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അത് ആ ചെറിയ ബ്ലേഡ് വെച്ച് ആ മണി ഇറക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. കല്ലൂരോട് പറഞ്ഞു, ഇത് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള പണിയാ, അതുകൊണ്ട് പിന്നെ നമുക്കിത് ഇറക്കാം. ശരി, അന്ന് ഇറങ്ങാൻ പറയാണ് ജയേന്ദ്രയുടെ. അങ്ങനെ ജയേന്ദ്ര ആ മണി ഇറക്കുന്ന ആ ദൗത്യം ഉപേക്ഷിച്ച് താഴെ ഇറങ്ങുവാണ്. പിന്നീട് കല്ലു പറഞ്ഞു, നമുക്കേ ഇവിടെ അടുക്കളയിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം, തുറക്കാൻ പറ്റും എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം, നോക്കാന്ന് പറഞ്ഞ് ജയേന്ദ്രൻ കല്ലും കൂടെ അങ്ങോട്ട് പോവാണ്. കാരണം എന്തെങ്കിലും വെച്ചുണ്ടാക്കിയാലേ കഴിക്കാൻ പറ്റത്തുള്ളൂ, എല്ലാവരും പട്ടിണി ഇരിക്കുവാണ്. ഈ സമയത്ത് ഉണ്ണിമോളും അതിന് ചുറ്റും നടക്കുന്നുണ്ട്. ഉണ്ണിമോളുടെ മനസ്സ് നിറയും ഇതിനകത്ത് ആരെയാ കണ്ടേന്നൊരു ചിന്തയായിരുന്നു. തനിക്ക് എന്തോ ആപത്ത് വരാൻ പോണെന്ന് ഗിരിദേവൻ പറയുകയും ചെയ്തു. അതൊക്കെ ഓർത്തിട്ട് ഉണ്ണിമോൾക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ണിമോൾ ഒന്നുകൂടെ ജനലിൽ കൂടെ പോയി നോക്കിയാലോ, അതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന്. വീണ്ടും ഉണ്ണിമോള് ജനലിൽ കൂടെ പോയി നോക്കി കഴിയുമ്പോൾ മുമ്പേ കണ്ട അതേ കാഴ്ച തന്നെ ഉണ്ണിമോള് വീണ്ടും കാണുന്നേ. ഒരു വിഗ്രഹത്തിന് മുന്നിൽ ഒരു സ്ത്രീയും പുരുഷനും നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്താ പിന്നെയും പിന്നെ ഇവരെ തന്നെ കാണുന്നേ, ഇവരെങ്ങനെ ഇതിനകത്ത്? ഗിരിദേവൻ പറഞ്ഞു, നോക്കരുന്നല്ലേ പറഞ്ഞേ. പെട്ടെന്ന് വേണം ഉണ്ണിമോൾക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നേ. വേണ്ട, ഇനി ഗിരിദേവനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഗിരിദേവൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് ശരിയായ കാര്യമല്ലെന്നല്ലേ പറഞ്ഞേ. പോരാത്തേന് ഇവിടെ വരുന്ന അമ്മമാരോട് പറയുകയും ചെയ്യേണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ അവരോട് പറയാനും പറ്റില്ല അകത്ത് ആളുണ്ടെന്നുള്ള കാര്യം. വേണ്ട, പറയണ്ടെന്ന് ഉണ്ണിമോള് വിചാരിക്കുക. ഈ സമയത്ത് ലീല അങ്ങോട്ട് പതുങ്ങി വരുന്നത്. ലീല വന്ന് നോക്കിയപ്പോ അവിടെ ആരെയും കണ്ടില്ല. പെട്ടെന്ന് ലീല എന്ത് ചെയ്യണം, മണിയിലേക്ക് നോക്കി. ആ മണി എങ്ങനെ അവിടെ നാവ് ഒട്ടിച്ച രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. രക്ഷപ്പെട്ടു. ഈ മണിയുടെ നാവൊന്ന് മാറ്റണം, എന്നിട്ട് വേണം ആ മണി അടിക്കാനായിട്ട്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ലീല എന്ത് ചെയ്യാണ്, പതുക്കെ ഒരു ചെയർ അവിടെ കിടന്നിട്ടുണ്ട്. ആ ചെയർ എടുത്തു. എന്നിട്ട് ആ മണിയുടെ നാവ് ഇങ്ങനെ മാറ്റാൻ നോക്കുകയാണ്. ഈ സമയം സതി അവിടെ മാറി നിൽക്കുന്നുണ്ട്. സതിക്കറിയാം, കാരണം കുട്ടികളെ അതിനകത്തേക്ക് ആരെങ്കിലും ഒന്ന് അപകടപ്പെടുത്തിയാൽ മാത്രമേ ഇനി ജീവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവ ഈ പരിപാടിക്ക് മുതിർന്നേ. അങ്ങനെ പതുക്കെ ലീല അങ്ങോട്ട് കയറി, ആ കസാലിലേക്ക് കയറി. എന്നിട്ട് ആ മണിയുടെ നാവ് അങ്ങോട്ട് പറിക്കാൻ നോക്കുന്നുണ്ട്, ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. കുറേ സമയം ബലം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ നാവ് അങ്ങോട്ട് മാറി. അങ്ങനെ മണി അങ്ങോട്ട് അടിച്ചു. മണി അടിച്ച് ഉടനെ തന്നെ ലീല സതിയും കൂടെ അവിടെ നിന്ന് ഓടി മാറുവാണ്. ഈ സമയത്ത് ഉണ്ണിമോൾ അങ്ങോട്ട് വരുന്നേ. ഈ മണിയുടെ ശബ്ദം കേട്ടോണ്ട് ഉണ്ണിമോൾ വരുക. എന്താ സംഭവിച്ചെന്ന് ഉണ്ണിമോൾക്ക് മനസ്സിലായില്ല. ഉണ്ണിമോൾ നേരെ വാതിക്കലേക്ക് വരുവാണ്. അപ്പോഴാണ് ആ ശബ്ദം മുഴുവൻ അവിടെ മുഴുകുന്നത്. പെട്ടെന്ന് ഉണ്ണിമോളടുത്ത്, ആരെയും മണി അടിച്ചേ? താൻ അടിച്ചില്ലോ മണി, പിന്നെ ആരെയും മണി അടിച്ചെന്ന് ഒരു നിമിഷം ഉണ്ണിമോൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ മണിമാളികയുടെ വാതിൽ അങ്ങോട്ട് വലിയ ശബ്ദത്തോടെ അങ്ങോട്ട് തുറന്നു വരുവാണ്. ഉണ്ണിമോൾ അങ്ങോട്ട് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുകയും ഉണ്ണിമോൾക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയത്തില്ല. അകത്തേക്ക് ഒരു ഇരുട്ട് മാത്രം ഉണ്ണിമോൾ കണ്ടുള്ളൂ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ണിമോൾ അതിൻ്റെ അകത്തേക്ക് പെട്ടുപോവാ. അതിൻ്റെ അകത്തേക്ക് പെട്ടുപോയിട്ട് കഥ അങ്ങ് ചേർന്നടയുക. ഈ സമയം ഉണ്ണിമോൾ ആദ്യം ആ ശബ്ദം വല്ലത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഗിരിദേവാന്ന് പറഞ്ഞ് കിടന്ന് അലറി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഗിരിദേവനും നേരത്തെ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അതുകൊണ്ടാണ് ഗിരിദേവൻ പറഞ്ഞ് ഉണ്ണിമോൾ സൂക്ഷിക്കണം, ഉണ്ണിമോൾക്ക് അപകടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഉണ്ണിമോൾക്കറിയാം തനിക്ക് എന്ത് അപകടം സംഭവിച്ചാലും ഗിരിദേവനും വാവനും തന്നെ രക്ഷിക്കാൻ വരുമെന്നൊക്കെ. അപ്പൊ ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്നേ ഉണ്ണിമോൾ അതിനകത്ത് പെട്ട് കഴിയുമ്പോൾ ഇനി ഗിരിദേവനും വാവരും ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. കാരണം ഉണ്ണിമോളുടെ രക്ഷയ്ക്കായിട്ട് ഹനുമാൻ സ്വാമി എത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് നടക്കണേന്ന് അറിയത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഈ പ്രശ്നങ്ങൾ, മണിമാളയൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ ജീവൻ തിരിച്ചു കിട്ടുമോ, അതോ ഇനി അപ്പോൾ അവൻ മരണപ്പെട്ടോ, അതിനകത്ത് വേറെ ആൾക്കാരുണ്ടോ എന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.